ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിതാ ഒരു ചക്ക എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം മഴയൊക്കെ കുറവുണ്ട്. അപ്പോൾ ഇതാ ഈ ചക്കയാണിതാ, ഇവിടെ ഒരു ചക്ക ഉണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പ്ലാവിൻ്റെ മുകളിൽ വേറെ ചക്ക ഉണ്ട്, പക്ഷെ അതെനിക്ക് എത്തൂല. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് എടുക്കാം, പൊട്ടിച്ചെടുക്കാം. താഴേക്കാണ് പോയത്. അപ്പോൾ താഴെ പോയിട്ട് അതെടുത്ത് കൊണ്ടുവരാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പ്. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം താഴെ നിന്ന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മുറിച്ചെടുക്കാം. ഇടിച്ചക്കൻ്റെ പ്രായമായ വേറെ ചക്കയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചക്കയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം ക്ലീൻ ചെയ്ത് ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക. അപ്പോൾ ചക്കയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചക്കയിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്പൂണ് നല്ല ജീരകം, പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 4 ഇതൾ കറിവേപ്പില. മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ ചക്ക ഏകദേശം എന്തിനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കുറച്ച് കറിവേപ്പില വെക്കുക. എന്നിട്ട് ഇലടുത്തൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ ചക്കപ്പുഴുക്ക് ഇവിടെ എന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില. അപ്പം എന്താ നമ്മുടെ കിടിലൻ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കയിലേക്ക് വേണ്ട മത്തിക്കറി ഇതാ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചക്ക കോരിയെടുക്കാം പാത്രത്തിൽ. ഇനി നമുക്ക് കുറച്ച് മത്തീൻ്റെ ചാറിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുടിക്കാൻ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മത്തിക്കറി ചക്കയും കൂട്ടിയിട്ടൊക്കെ ഒന്ന് കഴിച്ചോക്കട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.